നമ്മളുടെ ജോർജിയൻ ട്രിപ്പിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പോയാൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടിന്യൂ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ടിബ്ലിസി ടൗണിലെത്തിയതിന് ശേഷം നമ്മൾ ഹിൽട്ടൺ ഗാർഡനിലാണ് ചെക്ക് ഇൻ ചെയ്തത്. രാത്രിയായിരുന്നു നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഗ്രാമങ്ങളിൽ കൂടിയാണ് ട്രാവൽ ചെയ്തത്. അവിടുത്തെ ഒരു അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഈ ഒരു സിറ്റിയുടെ വെളിച്ചത്തിലേക്കും ആ ഒരു ട്രാഫിക്കും അല്ലെങ്കിൽ ഒരുപാട് വണ്ടികൾ, ഫ്ലൈ ഓവറുകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇത്ര നേരത്തെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിരുന്നു. ചെന്ന വഴി തന്നെ വിശപ്പിൻ്റെ സുഖമുള്ള മറിയാമ 2 സാൻഡ്വിച്ച് അങ്ങ് ഓർഡർ ആക്കി. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ചിൻ്റെ കാര്യം. നല്ല കല്ല് പോലത്തെ 2 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിശപ്പുള്ളതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയോ തല്ലി പൊട്ടിച്ച് കഴിച്ച് നേരെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അലാം അടിച്ചപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ്. എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു സിറ്റി എങ്ങനെയായിരിക്കും എന്നൊന്ന് കാണാനായിട്ട്. ഞാൻ നേരെ ചെന്ന് വിൻഡോൻ്റെ കർട്ടൻ അങ്ങ് മാറ്റി നോക്കി. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തോ അല്ലെങ്കിൽ റഷ്യയുടെ കാലത്തോ പണിത് വെച്ചേക്കുന്ന സംഭവങ്ങൾ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് പുതിയതായിട്ടില്ല. വിൻഡോ കൂടെ താഴേക്ക് നോക്കുമ്പോഴും തകരപ്പാട്ടകൾ കൊണ്ടൊക്കെ അടിച്ച് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ സെറ്റപ്പ് തന്നെ. നമ്മൾ ഗ്രാമങ്ങളിൽ കണ്ട വീടുകൾ പോലെ ഇവിടെ അപ്പാർട്ട്മെന്റ്സ് പൊട്ടിപ്പൊളിഞ്ഞത്. അപ്പോൾ വെയിലടിച്ചപ്പോഴേക്കും അറിയാമയ്ക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലായിടത്തും ഒരേപോലെയാണ്. നമുക്ക് ലൊപ്പോട്ടോയിൽ കിട്ടിയ പോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇവിടെ ഇല്ല. കാരണം അതിൽ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഡിഫറൻസ് ആയിരിക്കാം. ഇതേപോലെ കുറേ നട്ട്സ്, അതേപോലെ സാലഡ്സ്, ഫ്രൂട്ട്സ് അതൊക്കെ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവരുടെ മെയിൻ സംഭവങ്ങളായിട്ടുള്ള ചീസ്, ബട്ടർ, ബ്രെഡ്. ഈ ചീസ്, ബട്ടർ, ബ്രെഡുമെന്ന് വിട്ടിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് എങ്ങും കാണാൻ പറ്റില്ല ഇവിടെ. അതുപോലെ തന്നെ മറിയാമ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് പാൻകേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പാൻകേക്ക് ഇല്ല, ഇവിടെ വേഫേഴ്സിന് വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫിക്ക് വേണ്ടിയിട്ട് ഒരു മെഷീനും. ചായയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു ടീ ലീഫ് ഉണ്ട്, അതിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റും സംഭവം ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ കഴിച്ചപ്പോൾ മറിയാമയ്ക്ക് ആ ചായ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. തൊട്ടടുത്ത് തന്നെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ മധുരം കഴിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. മറിയാമയാണെങ്കിൽ വേഫേഴ്സ് കൂടെ ന്യൂട്ടല്ല അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ്, അതേപോലെ കുറേ കേക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഞാൻ കുറച്ച് മഷ്റൂമും, നമുക്കവിടെ റൈസ് കിട്ടിയായിരുന്നു. കുറച്ച് ദിവസമായി റൈസ് കഴിച്ചിട്ട്. എന്നാൽ പിന്നെ കുറച്ച് അതെടുത്ത് അടിക്കാന്ന് വെച്ചു. രാവിലെ തന്നെ ഇത് കഴിക്കുന്നത് നമുക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല, എന്നാലും ട്രൈ ചെയ്യുന്നു. ചെറി ജ്യൂസ് ഇവിടെ എല്ലാ ഹോട്ടലിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലൂക്ക എത്തി. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര തുടക്കമായി. ഇന്ന് നമ്മൾ പോകുന്നത് ഗുദൗരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അതൊരു ഹിൽ ഏരിയ ആണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ, 2.5-3 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു. പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബിൽഡിങ്ങുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു ബിൽഡിംഗ് കണ്ടു. നല്ലൊരു ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. ഈ പഴയതിൽ നിന്ന് വിട്ടുമാറിയിട്ടൊരു പുതുമയുള്ളൊരു സംഭവമാണ് ഇവിടെ കാണാൻ കിട്ടിയത്. മറിയാമയും ലൂക്കയും ഗംഭീര ചർച്ചയിലാണ്. മറിയാമനെ ഫ്രണ്ട് സീറ്റിലാണ് ഇരുത്താറ് ഞാൻ. കാരണം 4 വീൽ ഡ്രൈവിൻ്റെ ഒക്കെ ബാക്കിലിരുന്ന പിന്നെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരാളെ, മൂവ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് എവിടെ നല്ലതായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എവിടെ നല്ല ട്രഡീഷണൽ ഫുഡ് കിട്ടും, ഈ 2 കാര്യങ്ങൾ മാത്രമേ അറിയാമയുടെ തലയിൽ കൂടെ ഓടുന്നുള്ളൂ. നമ്മൾ കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല മലകളും മേഘങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ ഈ എത്തിപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ജിൻവാലി എന്ന് പറയുന്നത്. മസ്കറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ജിൻവാലി തടാകം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ജിൻവാലി തടാകമാണിത്. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞു വരുമ്പോൾ 1974 ഇവർ ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അറഗ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ഡാം നിർമ്മിച്ചേക്കുന്നത്. 1985 ആയപ്പോഴേക്കും ഡാമിൻ്റെ പണിയൊക്കെ തീർന്ന് ഇത്രമാത്രം ഭംഗിയുള്ള ഒരു സ്ഥലം രൂപം കൊണ്ടു എന്ന് വേണം പറയാൻ. നല്ല നീല നിറത്തിലുള്ള വെള്ളവും പച്ച നിറത്തിലുള്ള പർവ്വതങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നിന്നാണ് ടിബ്ലിസിയിലേക്കുള്ള വൈദ്യുതിയും കുടിവെള്ളവും ഒക്കെ പോകുന്നത്. ഇവിടുത്തെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ, സോവനീഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇതൊരു സ്റ്റോപ്പ് ഓവറാണ് ആക്ച്വലി. ഗുദൗരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാറ്. നിങ്ങൾ എന്തെങ്കിലും സോവനീഴ്സോ അല്ലെങ്കിൽ ഇതേപോലെ ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. ഒരു ചർച്ചിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ടിബ്ലിസി ടൗണിൽ നിന്നോ ഓൾഡ് ടിബ്ലിസിൽ നിന്നോ ഈ ഒരു സംഭവങ്ങൾ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല. ചിലപ്പോൾ ഈ മാഗ്നറ്റ്സിനൊക്കെ സെയിം റേറ്റ് തന്നെയായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ഷാളുകൾ, അങ്ങനെയുള്ള ബാഗുകൾ, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇവിടത്തേനേക്കാളും ഇരട്ടി വിലയാണ് അവരവിടെ ഓൾഡ് ടിബ്ലിസിൽ നിന്നായാലും ടിബ്ലിസി സിറ്റിയിൽ നിന്നായാലും വാങ്ങിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഏരിയയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ.
ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ട്രഡീഷനുമായിട്ടൊക്കെ ബന്ധമുള്ള സംഭവങ്ങളാണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അബിക്കുട്ടിയോ നാച്ചൂട്ടനോ എടുത്തിട്ട് പൊട്ടിക്കും. അപ്പോൾ അതിലും ബെറ്റർ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഇനി ഒരു വരവിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മറിയാമ്മ ഇങ്ങനെ കുറച്ച് ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് കിട്ടും. അത്ര വലിയ വിലയൊന്നുമില്ല ഈ ഒരു ഏരിയയിൽ, നല്ല റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ദാണ്ട് ഇരിക്കുന്നത് ചാച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലിക്കർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വാറ്റിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലത്തെ സെയിം സാധനം തന്നെയാണ്. ഞാൻ ഈ കാണിച്ചേക്കുന്നത് വേറെയാണ്. അവിടെ നിങ്ങൾക്ക് ചാച്ചാന്ന് എഴുതി ലേബൽ ചെയ്തേക്കുന്ന ഒരു കുപ്പി കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ സാധനം. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈൻ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മുന്തിരിയുടെ തൊലിയും കുരുവൊക്കെ ഇട്ടിട്ട് വാറ്റി ഉണ്ടാക്കിയേക്കുന്ന ഒരു കിടിലൻ സംഭവമാണ്. പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുടെ അറിവിലേക്ക് ഞാൻ പകർന്നു തരാം. ഇതിൽ വെള്ളം ഒഴിച്ച് വൃത്തികേടാക്കരുത്. ഇത് നീറ്റ് സംഭവമാണ്. ഒറ്റയടി വൺ ഷോട്ട് അടിച്ചിട്ട് പറന്ന് നടക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ മറിയാമ്മ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദാണ്ടെ അവിടെ ഒരു ഊഞ്ഞാല്. അതുമ്മ കയറിയിട്ട് 4 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാൾക്ക് 5 ലാറി വെച്ച് കൊടുക്കണം. അങ്ങനെ 10 ലാറി കൊടുത്തിട്ട് നമ്മൾ അതിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലടി. ഹായ്, എന്ത് രസം, എന്ത് സുഖം. ഈ റീൽസും സ്റ്റാറ്റസൊക്കെ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രാപ്പാണ് ഈ സംഭവം റെഡിയാക്കി വെച്ചേക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഒരു പ്രത്യേക രസം. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡാം അല്ലെങ്കിൽ ഈ ഒരു തടാകത്തിനെ പറ്റി പറയാനുള്ളത്, ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ പണി കഴിഞ്ഞിരിക്കുന്ന ഒരു ഓർത്തഡോക്സ് ദേവാലയമാണത്. അതിൻ്റെ പേര് ക്രോസ് ചർച്ച് എന്നാണ്. അതിന് അങ്ങനത്തെ ഒരു പേര് കിട്ടാൻ കാരണം അതിൻ്റെ ഒരു ആകൃതി ക്രോസ് പോലെ അതിൻ്റെ പേരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറഗി നദീനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ഡാം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഈ ക്രോസ് ചർച്ച്. വർഷത്തിൽ ഭൂരിഭാഗം ടൈമും ഈ ഒരു ചർച്ച് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കത്തുള്ളൂ. ഈ ജലനിരപ്പ് താഴ്മ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചരിത്രം മുങ്ങിക്കിടക്കുന്ന ഒരു തടാകം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അങ്ങനെ എൻ്റെ ചരിത്ര ഗവേഷണമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അറിയാമോ പറഞ്ഞു, ഫ്രീ ആണെങ്കിൽ ഇത്രടം വരെ ഒന്ന് നിൽക്കാമോ, കാരണം നമ്മളിവിടെ വന്നതിൻ്റെ ഒരു മെമ്മറി വേണ്ടേ, ഇവിടുത്തെ മലയും കുന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്രവും മാത്രം അറിഞ്ഞാൽ മതിയോ എന്ന്. അങ്ങനെ നമ്മൾ വന്നതെന്നൊരു വീഡിയോ കൂടി സെറ്റാക്കി. മറിയാമ്മ അത്യാവശ്യം കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല, ഇനിയും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള സോവനീസ് പോലെ നമുക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചില്ല, കാരണം ഈ ഒരു സാധനം വീട്ടിൽ കൊണ്ടുവന്നാൽ ഒന്നില്ലെങ്കിൽ നാച്ചുട്ടൻ അല്ലെങ്കിൽ അബിക്കുട്ടി 2 ദിവസത്തിനുള്ളിൽ ഇതിന് തീരുമാനം ഉണ്ടാക്കി തരും. മറിയാമ്മ അവിടെ നിന്ന് ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഓൾഡ് ടിബ്ലിസിയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോളിൽ കിടക്കുന്ന സംഭവങ്ങളും ഈ ചെറിയ ഡോളുകളും ഒക്കെ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ, കൈകൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ കോസ്റ്റ് കൂടുതലാണ് അതിന്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഒരു ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ജിൻ വാലിയിൽ നമ്മൾ നിന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. ഫോട്ടോസ് എടുക്കൽ, പ്രകൃതി ഭംഗി ആസ്വദിക്കൽ, ഷോപ്പിംഗ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്കുള്ള പോക്കാണ്. ഗോദാവരിയിലേക്ക് ഇനിയും നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. ലൂക്ക ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് കുറച്ചു നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് വിസിബിളായി. ഇതാണ് അനനൂരി ഫോർട്രസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അറുഗി നദിയുടെ തീരത്താണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പട്ടീഷ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ നായ്ക്കളെ പറ്റി അല്ലെങ്കിൽ പട്ടികളെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് കേട്ടോ, അത് പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു കോട്ട എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെയധികം ഇടം നേടിയേക്കുന്ന ഒരു സംഭവമാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചേക്കുന്നത്. അറുഗി ഗോത്രത്തലവന്മാരായ എരിസ്തവി എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. ആ ഒരു കുടുംബത്തിലുള്ളവരായിരുന്നു ഇതിന്റെ തലവർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അവരായിരുന്നു ആ അറുഗി താഴ്വരയും അവിടെയുള്ള ഗ്രാമങ്ങളും എല്ലാം ഭരിച്ചിരുന്ന ആൾക്കാർ. ഈ ഒരു അനനൂരി കോട്ട സ്ഥിതി ചെയ്യുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന് പറയാം. കാരണം പണ്ട് കാലത്ത് അറുഗി താഴ്വരയെ കൂടെ പോയിരുന്ന വാണിജ്യം, സൈനിക മാർഗം, ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ കോട്ടയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇതിന്റെ ഈ സൈഡിൽ കാണുന്ന കല്ലുകൊണ്ടുള്ള മതിലുകളൊക്കെ താഴ്ത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ശത്രുക്കൾക്കൊന്നും കയറി വരാൻ പറ്റാത്തത്ര ഹൈറ്റിലാണ് അത് പണിതേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മതിലിന്റെ മുകളിലൊക്കെ സൈനികർക്ക് നിൽക്കാൻ പാകത്തിനുള്ള ഇടങ്ങളുണ്ട്. അവിടെ നിന്ന് അമ്പുകൊണ്ടും തോക്കുകൊണ്ടും ഒക്കെയാണ് യുദ്ധം കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. വേറൊരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറെ വാച്ച് ടവറുകളൊക്കെ കാണാൻ പറ്റും. ദൂരെ നിന്ന് തന്നെ ശത്രുക്കളെ കണ്ട് അവരുടെ ആ ഒരു യുദ്ധത്തിനുള്ള പ്രതിരോധം തീർക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അതിന്റെ ചരിത്രമൊക്കെ കേട്ട് പിന്നെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അറിയാമോ പറഞ്ഞ് നിർത്തിക്കോ, ഇനി കുറച്ച് ഫോട്ടോസും റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ചരിത്രവും പഠനമൊക്കെ എന്ന്.
അങ്ങനെ മറിയാമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. മറിയാമ്മ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുവാണ്, അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. അതിക്ക് മുമ്പ് വണ്ടി നിർത്തിയിട്ടേക്കുന്നത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. മറിയാമ്മയ്ക്ക് ആണെങ്കിൽ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ മൂവാണ് എടുക്കാറ്. ഞാൻ മറിയാമ്മേനോട് പറഞ്ഞു, നല്ല റീൽസിനുള്ള വീഡിയോ കിട്ടും ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്, നേരെ നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ മറിയാമ്മ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്റ്റെപ്പുകൾ കണ്ട് അതോടുകൂടി തളർന്നു അയാൾ. ഇനി ഒരടി മുന്നോട്ട് നടക്കില്ല, എന്നെ വലിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് മറിയാമ്മ അവിടെ നിൽപ്പാണ്. അങ്ങനെ ഞാൻ മറിയാമ്മേനെയും പിടിച്ച് വലിച്ചുകൊണ്ട് ഓഹോയ് ഓഹോയ് എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിലും വലിയ രസം, പട്ടികളുടെ സംസ്ഥാന സമ്മേളനം അവിടെ. ഇവിടെ എവിടെ ചെന്നാലും ഒരുപാട് ഡോഗ്സിനെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്രീഡ് ഡോഗ്സുകൾ. ഞാൻ കുറച്ച് ഹസ്കീനെയും അതിനെയൊക്കെ കണ്ടായിരുന്നു, ഞാൻ ഞെട്ടിപ്പോയി. സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡോഗുകൾ. അതുപോലെ തന്നെ ഇവർ പ്രോപ്പർ വാക്സിനേഷനൊക്കെ ചെയ്തിട്ട് ചെവിട്ടിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു സംഭവമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ആളുകളും അവരെ വളരെ നല്ല രീതിയിലാണ് ഫുഡൊക്കെ കൊടുത്ത് നോക്കുന്നത്. അനന്നൂരി കോട്ടയുടെ ഭംഗിയും ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ മടങ്ങുകയാണ്. നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്ന സമയമായതിൻ്റെ പേരിൽ അതിനൊരു പ്രത്യേക വശ്യഭംഗി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. കുറേ നടന്നതുകൊണ്ടും ഇങ്ങനെയുള്ള കുറേ കയറ്റങ്ങളൊക്കെ കയറേണ്ടി വന്നതുകൊണ്ടും മറിയാമ്മ ആകെ ടയർഡാണ്. എനിക്ക് വിശക്കണേ എന്നുള്ളൊരു സംഭവം കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ മറിയാമ്മ പറഞ്ഞു, വിശക്കണ്, എനിക്ക് ഫുഡ് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ലൂക്കേനോട് പറഞ്ഞു, ഏതെങ്കിലും നല്ല ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഹോട്ടലിലേക്ക് വിട്ടോളൂ. ലൂക്ക പറഞ്ഞു, ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൂക്കേനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എവിടെയൊക്കെ നല്ല ഫുഡ് ഉണ്ടോ അതൊക്കെ ആൾക്കറിയാം. കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, അപ്പുറത്ത് മൗണ്ടനും ഇപ്പുറത്ത് ചെറിയ അരുവിയും കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ലൂക്ക ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞതാണ് ചിക്കൻ വിത്ത് മിൽക്ക് സോസ്, അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡും. അന്യായ ടേസ്റ്റുള്ളൊരു സംഭവം, പ്രത്യേകിച്ച് നമുക്ക് നല്ല വിശപ്പും കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രക്ഷയില്ല. എനിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബാർബിക്യൂ മീറ്റും കൂടി ഓർഡർ ചെയ്തു. ലൂക്കയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും കിങ്കാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് കഴിക്കാറ്, നമ്മുടെ മോമോസ് പോലത്തെ ഒരു സാധനം. ഫുഡടിയൊക്കെ പെട്ടെന്ന് കഴിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഗോദാവരിയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ലൊരു അരുവി കാണുന്നുണ്ട്. നേരെ അങ്ങോട്ട് വിട്ടു കുറച്ച് ഫോട്ടോസ്, അത് കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് ടു ഗോദാവരിയാണ്. ആ ഒരു റിവറിൻ്റെ അടുത്തോട്ട് നിന്നപ്പോൾ അവിടെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് ഇങ്ങനെ അതിൻ്റെ പേരിൽ മഴ പെയ്യുന്നതുകൊണ്ട് അവർ നിർത്തി വെച്ചേക്കാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മയ്ക്ക് ഒരു 3-4 ഫോട്ടോസ് എടുത്തിട്ട് കൊടുത്തു. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഇവിടെ എടുത്തേക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നും അവിടെ കാണാനുമില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ വണ്ടി കയറി വീണ്ടും യാത്രയായി. നമ്മളുടെ ഫൈനൽ കാണാനുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോദാവരിയും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരാം. പക്ഷേ ഈ ഒരു പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല, അത് നമ്മൾ കണ്ട് അനുഭവിച്ച് തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഗോദാവരിയിലെ കാഴ്ചകൾ തുടങ്ങുന്നത്. ഇതേപോലത്തെ നല്ല അടിപൊളിയായിട്ട് മേഘങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന കുറേ പർവ്വത നിരകളാണ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നല്ല മനോഹരമായ താഴ്വാരങ്ങൾ, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഇവർ രാവിലെയൊക്കെ എണീറ്റ് പല്ലേക്കാനായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു വ്യൂ, എൻ്റെ പൊന്നും ഒരു രക്ഷയുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ള വിസിറ്റേഴ്സിനായിരിക്കുള്ളൂ ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. അവിടെ ഉള്ളവർക്ക് എന്നും കണ്ട് അവർക്കൊരു സാധാരണ സംഭവമായിരിക്കാം. എന്തായാലും ജോർജിയയിൽ വരുന്നവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഗോദാവരി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു ടൈം ആയതിൻ്റെ പേരിലാണ് ഇത്ര പച്ചപ്പും കാര്യങ്ങളൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് മഞ്ഞൊക്കെ മൂടിയിട്ട് ഫുള്ള് വൈറ്റ് കളറിലായിരിക്കുള്ളൂ. കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തും. ആ ഒരു ഏരിയ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 2200 മീറ്റർ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുകാലത്ത് ഇവിടുത്തെ ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ സ്കീയിങ്ങും പാരാഗ്ലൈഡിങ്ങും അങ്ങനെയുള്ള അഡ്വഞ്ചർ സ്പോർട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മളൊരു ഫോട്ടോ സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ബഗ്ഗീസ് ഒക്കെ കിട്ടും. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡ് നടത്താൻ പറ്റും. മറിയാമ്മ ആസ് യൂഷ്വൽ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് ചെറിയ അരുവികൾ പോലെ വെള്ളമൊക്കെ വീഴുന്ന നല്ലൊരു ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ലപോലെ ആസ്വദിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് ആക്ച്വലി ഇതൊരു മിലിറ്ററി ഹൈവേ ആണ്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ജോർജിയനെ കീഴടക്കിയപ്പോൾ അവർ സൈനികമായിട്ടും വാണിജ്യപരമായിട്ടുമുള്ള ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു റോഡ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും സിൽക്ക് റൂട്ട് എന്നുള്ളത്. ഏഷ്യനെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിലുള്ള ആ റോഡുകളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോദാവരി ടൗണിലേക്ക് എത്തി. ടൗൺ അല്ലെങ്കിൽ ഗോദാവരിയുടെ മെയിൻ ഏരിയയിലേക്ക് എത്തി. അവിടെ നമുക്ക് കുറേ റിസോർട്ടുകൾ, ഹോട്ടലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ എടുക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ട്രാവൽ ചെയ്ത് ഇനിയിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര മഴയാണെന്നൊക്കെയാണ് വെതർ കാണിച്ചത്. പക്ഷേ സ്റ്റേ ചെയ്യാഞ്ഞത് വല്ലാത്തൊരു നഷ്ടമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ഇലകളും കാര്യങ്ങളും ലൈറ്റുകളൊക്കെ വെച്ച് നല്ല കളറിലൊക്കെ അടിപൊളിയായിട്ട് ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. മറിയാമ്മ അത് കണ്ട വഴി പറഞ്ഞ് ഇവിടെ ചവിട്ടിക്കോ, ഒരു ചായ കിട്ടുമോ നോക്കാം, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ, അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാം. ഞാൻ അകത്തോട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ദേശീയ പാനി ഇരിക്കുന്നത്. അങ്ങനെ ഞാനത് ഒരെണ്ണെടുത്ത് പൊട്ടിച്ചു. അപ്പോഴേക്കും മറിയാമ്മ ചായ ഓർഡർ ചെയ്തിട്ട് അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബിയറും മറിയാമ്മയുടെ ചായ എടുത്തു. ഓരോ ചിയേഴ്സൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഇതൊക്കെ അടിച്ച് ചില്ലായിട്ട് പുറത്തോട്ട് ഇറങ്ങി. പുള്ളി അപ്പോഴേക്കും ഒരു പപ്പടമൊക്കെ എടുത്തുകൊണ്ടെന്ന് ടച്ചിങ്സ് ആയിട്ട് അടിച്ചോളൂ ബായി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറാം. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നല്ല വൈബിൽ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ദാണ്ടെ മലയുടെ താഴ്വാരത്തിൽ പഞ്ഞി വെതറിമാരെ കുറേ സംഭവങ്ങൾ നോക്കുമ്പോൾ ആടുകൾ മേയാൻ ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ. മറ്റേ ഫന സിനിമയിലെ ആ ഒരു മ്യൂസിക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരും. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗോദാവരിയുടെ ടോപ്പ്, ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. ഈ മലനിരകളെ പറയുന്നത് ഗ്രേറ്റർ കൊക്കേഷ്യസ് മലനിരകൾ എന്നാണ്. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സംഭവം ഇതൊന്നുമല്ല രസം. നമ്മളങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി നല്ല 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ 3 ഡിഗ്രി സെൽഷ്യസ് ആയി തണുപ്പ്. ഇത്ര നേരം ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയൊക്കെ മരയിച്ചിട്ട് ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് എടുത്തിട്ട് വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കൈ കൊണ്ടു നടക്കണ്ടല്ലോ, വണ്ടിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരം ഉണ്ടായത് ഇവിടെ വന്നപ്പോഴാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ക്ലൈമറ്റ് അവിടെ കിട്ടുന്നുള്ളത്. ലൈറ്റ് തണുപ്പായാണ് താഴത്ത് വരെ നമുക്ക് കിട്ടിയത്. ചായ കുടിക്കാൻ കയറുമ്പോൾ വരെ അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ട്രാവലുള്ളൂ ഇങ്ങോട്ട്. ഇവിടെ വന്നപ്പോഴേക്കും കഥകളാകെ മാറി. ഈ ഒരു തണുപ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താവെന്നറിയില്ല. മറിയാമ്മ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാളും കൂടി കൈ പിടിച്ച് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉത്സവം നടത്തായിരുന്നു നമുക്ക്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ തണുത്ത് പറിച്ച് അതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, പലരും പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത്രയും തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. ഒരു വല്യമ്മ ഒരു ചുരിദാർ മാത്രം ഇട്ടിട്ട് നടന്നു വരുന്നുണ്ട്. മുഖത്താണെങ്കിൽ ഒരു ഭാവ വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു മഹേഷ് ബാബുവിൻ്റെ കുഞ്ഞമ്മയായിട്ടെന്ന് തോന്നുന്നു. ഇത്രമാത്രം സംഭവങ്ങളൊക്കെ നടന്നിട്ടും മുഖത്ത് ആ സെയിം എക്സ്പ്രഷൻ മാത്രം. ഞങ്ങൾ ചുമ്മാ ചോദിച്ചു തണുക്കണല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തണുപ്പുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ട് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെയോ 3/4 ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. യൂറോപ്യൻസ് ആണെന്ന് തോന്നണം. അവർക്ക് പിന്നെ അതാണ്ടേ ഓടി വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ നോക്കിക്കുമായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ബഗ്ഗീസൊക്കെ കിട്ടൂട്ടോ. ഇതേപോലെ ബൈക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആ താഴ്വരെ കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. മറിയാമ്മേനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കീ കൊടുത്ത മാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ആൾക്ക് തണുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാണ്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ കാര്യത്തിലേക്ക് വരാം. ഈ കാണുന്നതാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആർച്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നും പറയൂട്ടോ അതിനെ. ആർച്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് റഷ്യയും ജോർജിയയും ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നിർമ്മിച്ച വർഷം 1983 സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചേക്കുന്നത്. ജോർജിയയുടെയും റഷ്യയുടെയും ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെ ഒരു 200ാം വാർഷികം എന്നുള്ളൊരു രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് അല്ലെങ്കിൽ ആർച്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് പണിത് കഴിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു ഏരിയ ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കാരണം അത്രമാത്രം മനോഹരമായ താഴ്വരകളും കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കൊക്കേഷ്യസ് മലനിരകൾ. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. നമ്മളത് കണ്ട് തന്നെ നിങ്ങൾ അറിയണം. നമ്മളിത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര വീഡിയോ കണ്ടാലും അവിടെ നിൽക്കുന്ന ഒരു ഫീൽ ആർക്കും കിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ തണുപ്പ് കാലത്ത് മഞ്ഞ് വീഴുന്ന സമയത്ത് ഒരിക്കൽ കൂടി വരുന്നുണ്ട് ഇവിടെ. കാരണം ഇതിൻ്റെ തന്നെ ആ ഒരു ഭംഗി. അപ്പോഴാണ് എല്ലാവരും ഇവിടെ സ്റ്റേ എടുക്കണം എന്ന് പറയുന്നത് ഹോട്ടലുകളിലൊക്കെ. ഈ ഒരു ഏരിയ കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയായിരിക്കുള്ളൂ. മഞ്ഞിൻ്റെ മനോഹാരിത വേറെ. ഇപ്പോൾ ഈ ഒരു പച്ചപ്പിൻ്റെ അത് അതിമനോഹരം എന്നും പറയാം. ഈ ഒരു പിക്ചറുകളൊക്കെ മൊസൈക്ക് പെയിന്റുകളാണ് കേട്ടോ അത് കാണിക്കുന്നത്. ജോർജിയൻ വീരന്മാർ, ചരിത്ര സംഭവങ്ങൾ, സംസ്കാരം, സൗഹൃദത്തിൻ്റെ പ്രതീകങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇത് പ്രതിനിധീകരിക്കുന്നത് അതിനെയൊക്കെയാണ്. ഇവിടുത്തെ ഒരു കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. അപ്പോൾ ഇവിടുന്ന് പോരാനായിട്ടൊരു മടി. പക്ഷേ ഭയങ്കരമായ തണുപ്പ്. നമ്മുടെ വേറെ സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഭയങ്കരമായ കാറ്റും. നേരം ഇരുട്ടുന്നതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് തണുപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു 2-3 മണിക്കൂർ നിൽക്കണം എന്നുള്ളൊരു താല്പര്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ താഴത്തോട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. ആളുകളൊക്കെ ഇപ്പോഴും ഒരുപാട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലനിരകളുടെ താഴത്തോട്ട്
താഴത്തോട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് വല്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. എല്ലാവരും എന്തായാലും പെട്ടെന്ന് നിൽക്കുന്നത്, കാരണം ആവശ്യത്തിന് ഗ്ലൗസോ സെറ്ററോ ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ലിക്കർ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് അതിനോടൊന്നും ഇപ്പോൾ താല്പര്യമില്ല, അത്യാവശ്യം ചൂടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾ, ഇതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം പോലെ ഇരിക്കും. ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കുറുക്കി എടുത്തേക്കുന്ന ഒരു സംഭവം. അങ്ങനെ മറിയാമയ്ക്ക് എന്തുകൊണ്ടോ ഇത് കോരി ഇങ്ങനെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു കപ്പുച്ചിനോ വാങ്ങിച്ചു. അങ്ങനെ നല്ല ചൂടൊക്കെ കഴിച്ച് വണ്ടിയുടെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ലൂക്ക ഹീറ്ററൊക്കെ ഓണാക്കി തന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പശുക്കളാണ് കേട്ടോ ആ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ കാണുന്നതിൻ്റെ ഒരു ഭംഗി എനിക്കൊന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്ത് പലരും മെസ്സേജ് ആയിട്ടും കമൻറ്റ് ബോക്സിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ആരാണ്, ഇതാരാണ് അറേഞ്ച് ചെയ്തതെന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കെയർ ഓഫ് പറയണമെന്നുണ്ടെങ്കിൽ മറിയാമ്മയുടെ പേര് പറഞ്ഞാൽ മതി. മറിയാമ്മ എന്നല്ല, ഡയാന എന്ന് പറയണം. ഇനി അതല്ല ആൾക്ക് ഡീറ്റെയിൽസ് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്തും തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. എന്തായാലും ഒരു ദിവസം മാക്സിമം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. നേരെ പോയിട്ട് ഒറ്റ ഉറക്കം. നാളെ രാവിലെ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.